അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരുടെയും നോമ്പ് നല്ല ഉഷാറായി പോകുന്നു എന്ന് വിചാരിക്കുന്നു. ആസ് യു ക്യാൻ സീ, ഇന്ന് ഞാനൊരു ബിരിയാണി കഞ്ഞീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഇതിനെ ജീരക കഞ്ഞീൻ്റെ പ്രോ വേർഷൻ എന്നും പറയാട്ടോ. നോമ്പ് നോറ്റിട്ടുള്ളതിൻ്റെ ക്ഷീണവും ഇത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് മാറിക്കിട്ടും. സോ ലെറ്റ്സ് ക്വിക്ക്ലി ഗെറ്റ് ഇൻടു ദി റെസിപ്പി. ഈ റെസിപ്പിക്ക് ആദ്യം കുറച്ച് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ വെജീസൊക്കെ നല്ല തിന്നായിട്ട് വേണം കട്ട് ചെയ്യാൻ. സോ ഫസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടത് 1 കപ്പ് കൈമ റൈസ് ആണ്. പിന്നെ ഞങ്ങൾക്ക് തേങ്ങൻ്റെ 1-ാം പാലും 2-ാം പാലും 1 കപ്പ് വീതം ആവശ്യമുണ്ട് കേട്ടോ. വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക് നടുവിൽ കീറിയത്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു 2 പീസ് ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. മട്ടനായിരിക്കും കുറച്ചുകൂടി നല്ലത്. 1 ടീസ്പൂൺ കൊറിയാൻഡർ സീഡ്സ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ടും ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, ഒരു 1/4 കപ്പ് മല്ലിച്ചപ്പ്, 3-4 തണ്ട് കറിവേപ്പില, ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും, ലാസ്റ്റ്ലി ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും വേണം. ഇനി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലോട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ വാഷ് ചെയ്ത് വെച്ച കൈമ റൈസോ ജീരകശാല അരിയോ അങ്ങ് ആഡ് ചെയ്യുക. 1-ാം പാല്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ചെറിയുള്ളി, ഇതെല്ലാം ലാസ്റ്റിലേക്കാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ സാധനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്തു കേട്ടോ. ഇത് മെയിനായിട്ട് നമ്മൾ നോമ്പിൻ്റെ സമയത്താട്ടോ ഉണ്ടാക്കൽ. റമദാൻ മാസത്ത് 30 ദിവസവും ഈ കഞ്ഞി തന്നെയാണ് ഉണ്ടാക്കൽ. പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കുന്നത് മാത്രം. ഇതില്ലേ നമ്മൾ സാധാ ജീരക കഞ്ഞി ഇല്ലേ, അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് കേട്ടോ. ഇതിനെ ബിരിയാണി കഞ്ഞി എന്നും മസാല കഞ്ഞി എന്നും അങ്ങനെ പല പല പേരും ഇതിന് വിളിക്കാം. എൻ്റെ ചാനലിൽ പുതിയതായിട്ട് വന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ സ്റ്റെപ്പിൽ ഞാൻ 2-ാം പാലും പിന്നെ ഒരു 2.5 കപ്പിൻ്റെ അടുത്ത് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. എനിക്കില്ലേ കളറ് കുറച്ച് കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടോ. അതിനുശേഷം കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 2 വിസിൽസ് ആവും വരെ കുക്ക് ചെയ്തെടുക്കുക. കുക്കറിലെ പ്രഷർ ഫുള്ളായിട്ട് റിലീസായിട്ട് വേണം ലിഡ് തുറക്കാനായിട്ട്. കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാട്ടോ വരുന്നത്. ഇതിൽ നിന്ന് ഞാൻ ആദ്യം ചിക്കൻ മാറ്റി ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി, അതുകൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി വേണം നമ്മൾ മാറ്റി വെച്ച 1-ാം പാൽ ആഡ് ചെയ്യേണ്ടത്. കഞ്ഞീൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് കഞ്ഞി കുറച്ച് തിക്കായി തോന്നിയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ മസാല കഞ്ഞി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റെപ്പായ വറവിലോട്ട് കടക്കുക. അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീയിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് നന്നായി വാടി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റിൽ ഞങ്ങളെ കറി ലീവ്സും കൂടി ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നോമ്പ് കാലത്തെ ക്ഷീണം മാറ്റാൻ ഇതിന് വെള്ളം വേറൊരു സാധനവും ഉണ്ടാവില്ല. ഇനി ഈ വറവ് വേണം നമ്മൾ കഞ്ഞിയിലോട്ട് ആഡ് ചെയ്യാൻ. ലാസ്റ്റിൽ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കൂടി വെതറി കൊടുത്താൽ നമ്മൾ റമദാൻ സ്പെഷ്യൽ ബിരിയാണി കഞ്ഞി റെഡി ആയിട്ടോ. അത്താഴത്തിനോ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടോ എപ്പോൾ വേണേലും കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you in my next video. Until then, bye bye, take care.